ആട്ടവും പാട്ടുമായി അവർ ഈ ദിനം ആഘോഷിക്കുന്നു. കൽക്കട്ടയിൽ നിന്നും കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വരനും ബന്ധുക്കളും കുഷ്ഠരോഗികളുടെ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. കുഷ്ഠരോഗികളുടെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ സ്വീകരിക്കുവാൻ ഒരു യുവാവ് തയ്യാറായത് തന്നെ മാറ്റങ്ങളുടെ സൂചനയെയാണ് കാണിക്കുന്നത്. വിവാഹപ്പിറ്റേന്ന് നവദമ്പതികൾ ഇതാ കുഷ്ഠരോഗികളുടെ ഗ്രാമത്തിലേക്ക്. താൻ ജനിച്ചു വളർന്ന ഗ്രാമവീഥിയിലൂടെ തന്റെ പ്രിയതമനുമൊത്ത് കടന്നു വരുന്നത് തന്നെ ഈ നിലയിലെത്തിച്ച പിതാവിന് തുല്യം താൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബാബയെ കാണുവാൻ. താൻ സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയ ഈ സുന്ദർപൂർ ഗ്രാമത്തിന്റെ മകൾ ഇതാ തന്നെ കാണുവാൻ എത്തിച്ചേർന്നിരിക്കുന്നു. ബാബ പ്രണാമം. പട്ടുപുതപ്പിച്ച് തന്റെ മരുമകനെ സ്വീകരിച്ച ബാബ തന്റെ മുറിയിലേക്ക് ഇരുവരെയും ക്ഷണിച്ചു. വിഭവങ്ങൾ ഒരുക്കി കാത്തിരുന്ന ബാബയുടെ മുൻപിൽ മകളുടെ സ്നേഹസ്വരം മുഴങ്ങി. ബാബ, ഭക്ഷണകാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം. ഈ വാക്കുകൾ ബാബയിൽ പിതൃസഹജമായ വാത്സല്യവും സ്നേഹവും ഉണർത്തി. ബാബ ഇരുവരെയും അനുഗ്രഹിച്ചു. നന്ദി ബാബ, ഞങ്ങൾ മറക്കില്ല. ഈ സ്നേഹത്തിന് എങ്ങനെയാണ് നന്ദി പറയുക? കഷ്ടപ്പെടുന്ന ഒരു കുഷ്ഠരോഗി, അത് ക്രിസ്തുവായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. വിശുദ്ധ കുർബാനയിലെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ആ ക്രിസ്തുവും ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കുഷ്ഠരോഗിയും രണ്ടും എനിക്ക് ഒന്നുപോലെ തോന്നുന്നതാണ്. അപ്പം അവരെ പൂജിക്കുന്നതും അവരെ സേവിക്കുന്നതും ക്രിസ്തുവിനെ ആരാധിക്കുന്നത് പോലെ തന്നെ എനിക്കൊരു തോന്നലാണത്. അപ്പം poor man is a sacrament of Christ. Christ is present in the poor. ദാഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിന് ഇവരെ വെള്ളം കുടിപ്പിക്കാൻ സമുദായം അനുവദിക്കുന്നില്ല. കുഴൽ കിണറുകളോ വെള്ളമോ കിണറിൽ നിന്നും വെള്ളം എടുക്കാൻ പറ്റത്തില്ല, സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 450 കുഴൽ കിണറുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ബീഹാറിൻ്റെ പല പല ഗ്രാമങ്ങളിലും എല്ലാമായിട്ട്, കോളനികളിലൂടെ ആയിട്ട്. പിന്നെ അത് ദാഹിക്കുന്നു എന്ന് പറയേണ്ടത് പുള്ളി, എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറയാനുള്ള ഒരു അവസരം കൊടുക്കരുത്. പിന്നെ ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നെയ്ത്തുശാല നടത്തുന്നു. 1000 മീറ്ററുകൾ തുണികളെല്ലാം ഉണ്ടാക്കുന്നു, അവരെ ഉടുപ്പിക്കുന്നു. ലിറ്റിൽ ഫ്ലവർ പുനരധിവാസ കേന്ദ്രത്തിൽ സ്ത്രീകൾക്ക് നെയ്ത്താണ് പ്രധാന തൊഴിൽ. നല്ല വരുമാനമാണ് ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത്. ആസാമിലെ തുഷാറിൽ നിന്നുമാണ് ഇവിടേക്ക് ആവശ്യമുള്ള കൊക്കും ഗ്രാമത്തിലെത്തുന്നത്. ഭിക്ഷാടനം നടത്തി ജീവിച്ചവർക്ക് അധ്വാനത്തിന്റെ മഹത്വം ബാബ മനസ്സിലാക്കി കൊടുത്തു. കുഷ്ഠരോഗികൾ നെയ്തെടുക്കുന്ന പട്ടുടയാടകൾക്ക് ബീഹാറിൽ മാത്രമാണ് ആവശ്യക്കാരെന്ന് ധരിച്ചാൽ തെറ്റി. മുംബൈ, ഡൽഹി, കൽക്കട്ട നഗരങ്ങളിലും ഇംഗ്ലണ്ട്, ജർമ്മനി, കാനഡ,
ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും ഇവർ വസ്ത്രങ്ങൾക്ക് വിപണി കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു പറയരുത്, ഞാൻ നഗ്നനായി വന്നു, നീ എന്നെ ഉടുപ്പിച്ചില്ല. പിന്നെ ഞാൻ പരദേശിയായിരുന്നു, നീ എന്നെ ആട്ടി ഓടിച്ചു. മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു 25 ലെപ്രസി കോളനികളിൽ ചെറ്റക്കുടികളെല്ലാം മാറ്റിയിട്ട് ഇതുപോലെയുള്ള ബിൽഡിങ് ഹൗസസ് എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 550 കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രദേശികളായവർക്ക് വീടുണ്ടാക്കി കൊടുത്ത് ക്രിസ്തുവിനെ പൂജിക്കുന്നു. അതുകൊണ്ട് അവിടെയും ക്രിസ്തു പറയരുത്, ഞാൻ പരദേശിയായിരുന്നു, നിൻ്റെ അടുത്ത് വന്നു, നീ എന്നെ ആട്ടി ഓടിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ വന്ന് സന്ദർശിച്ചു. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഇവിടെ ഇവർക്ക് എന്തെല്ലാം ലീഗൽ പ്രോബ്ലംസ് എല്ലാം ഉണ്ട്, അതും ഇതുമൊക്കെ ആയിട്ട് അതെല്ലാം ശരിയാക്കി കൊടുക്കാനായിട്ട് വക്കീലൊക്കെ വെച്ചിട്ടുണ്ട്. അവരെ കാരാഗ്രഹത്തിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് നമുക്ക് തന്നെ ഒരു വക്കീൽ ഈ കുഞ്ഞുങ്ങളിൽ നിന്നൊരു വക്കീലായിട്ടുണ്ട്. അവരുടെ എല്ലാം സഹായം എടുത്തുകൊണ്ട് ഇവരെ കാരാഗ്രഹത്തിൽ നിന്നും നമ്മൾ മുക്തി പ്രദാനം കൊടുക്കുന്നുണ്ട്. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചില്ല എന്ന് ക്രിസ്തു പറയരുത്. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ബാബ ആരംഭിച്ച 25 ലെപ്രസി കോളനികളിൽ ഒന്നായ ഫിൽബാരിയിലെ ധാങ് ഗ്രാമത്തിലെ കോളനിയിൽ ബാബയുടെ ഒരു സന്ദർശനം. ബാബ വരുന്നതറിഞ്ഞ് അവർ കാത്തിരുന്നു. കുട്ടികൾ ബാബയെ കാണുവാൻ തിരക്കുകൂട്ടി. വളരെ ചെറുപ്പം മുതൽ ബാബയുടെ കഥകൾ പറഞ്ഞുകൊടുത്താണ് മുതിർന്നവർ അവരെ വളർത്തുന്നത്. കുഷ്ഠരോഗം ചികിത്സിച്ച് ഭേദമായ ആളുകൾ താമസിക്കുന്ന ഈ കോളനിയിലെ അന്തേവാസികൾ ബാബയെ മാലയിട്ട് സ്വീകരിച്ചു. ബാബയെ കാണുവാനും ആ സാമീപ്യം അനുഭവിക്കുവാനും എല്ലാവരും ഇഷ്ടപ്പെട്ടു. ബാബയുടെ സ്കൂളിലെ അധ്യാപികയായ മനീഷയുടെ ഗ്രാമമാണ് ഇത്. തങ്ങളുടെ പ്രശ്നങ്ങളും ആവലാതികളും ബാബയെ അവർ ധരിപ്പിച്ചു. യേശു പറയരുത്, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല എന്ന്. ക്രിസ്തുവിന്റെ അഞ്ചാമത്തെ മുറിവ് ആധ്യാത്മികമാണ്. അത് ആത്മാവിന് മുറിവുണ്ട്. അതിനെ സുഖപ്പെടുത്താൻ അല്പം പ്രയാസം കൂടെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഈ 4 മുറിവും കരിയുമ്പോഴത്തേക്ക് ഒരു അനുഭവം കിട്ടും. ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ടെന്ന്, ഒരു സ്നേഹമുള്ള ദൈവം ജീവിച്ചിരിപ്പുണ്ട്. എവിടെ നിന്നാണ് ബാബയ്ക്ക് ശക്തി ലഭിക്കുന്നത്? ഏവരുടെയും ചോദ്യത്തിന് ഉത്തരമാണിത്. അപ്പവും വീഞ്ഞും യേശുവിന്റെ തിരുശരീര രക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാനയിൽ നിന്ന് തന്നെ. യേശുവിനെ ബാബ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് സ്വന്തം ജീവിതം കൊണ്ട്. നിരവധി അവാർഡുകൾ ബാബയെ തേടിയെത്തി. 2009 വീക്ക് മാഗസിന്റെ മാൻ ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് ബാബയെ തേടി അഭിനന്ദനങ്ങളുടെയും പ്രാർത്ഥനയുടെയും പ്രവാഹമായിരുന്നു.
സ്വഗ്രാമത്തിലെ സന്ദർശനം കഴിഞ്ഞ് ബാബ അവരെ ആശ്വസിപ്പിച്ച് യാത്ര പറയുമ്പോൾ ആ ഗ്രാമം മുഴുവൻ ബാബയെ പിന്തുടർന്നു. ഇനി എന്നുവരും ഞങ്ങളുടെ രക്ഷകൻ? അങ്ങയുടെ സാമീപ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. അവർ അറിഞ്ഞില്ല ഈ സന്ദർശനം ബാബയുടെ അവസാന സന്ദർശനമായിരുന്നു എന്ന്. എഴുപത്തിനാലാം വയസ്സിൽ ബാബ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആ വാർത്ത ഗ്രാമവാസികളെ അക്ഷരാർത്ഥത്തിൽ ദുഃഖിതരാക്കി. ലോകം വെറുത്ത ഞങ്ങളെ വാരിപ്പുണരാൻ ബാബ ഇനി വരില്ല. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ ഞങ്ങൾക്ക് ദുഃഖമില്ല, നിരാശയില്ല. ഞങ്ങൾ സന്തുഷ്ടരാണ്. കാരണം ബാബയുടെ ആത്മാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലുണ്ട്. പിന്നെ ഞങ്ങൾ എന്തിനു ഭയക്കണം? ബാബയുടെ പാദസ്പർശനമേറ്റ അണുക്കൾ നിറഞ്ഞ ഈ വീഥി നാളെ ഒരു പുണ്യഭൂമിയായി മാറും. ഞങ്ങൾ പരസ്പരം സഹായിച്ചും ആശ്വസിപ്പിച്ചും ഇവിടെ കഴിയും. ഇവിടെ നിന്ന് ഞങ്ങളെ ആരും ആട്ടിയിറക്കില്ല. ഞങ്ങൾക്ക് മരുന്നുണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, പാർപ്പിടമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു പുതിയ ലോകത്തിൽ ജീവിക്കുന്നു. കുഷ്ഠരോഗമില്ലാത്ത കുഷ്ഠരോഗികളുടെ മക്കളായി തന്നെ. ബാബയെ പോലുള്ള നല്ല മനുഷ്യർ ഈ ഭൂമിയിൽ ഇനിയും ജന്മമെടുക്കട്ടെ. ഞങ്ങൾക്ക് ഈ ലോകത്തോട് പറയുവാൻ ഒന്നു മാത്രം: സഹായിച്ചില്ലെങ്കിലും ഞങ്ങളെ വെറുക്കരുത്. ഞങ്ങളും മനുഷ്യരാണ്. നിങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ.